ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ബഡ്ജറ്റ് ആൻഡ് ദി എക്കോണമി എന്ന ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ അടുത്തൊരു ഭാഗം കോമ്പണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്, ബഡ്ജറ്റിന്റെ ഘടകങ്ങൾ, ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഘടകങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത്. ഗവൺമെന്റ് ബഡ്ജറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണ് ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അപ്പൊ ആ പ്രവർത്തനം നടക്കണമെങ്കിൽ വരുമാനം വേണം. ആ പ്രവർത്തനമാണ് ചെലവഴിക്കലാണ് പ്രവർത്തനം. അപ്പൊ ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെയും ചെലവുകൾ ഏതൊക്കെ, അതൊക്കെയാണ് ബഡ്ജറ്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ബഡ്ജറ്റിനെ രണ്ട് അക്കൗണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ബഡ്ജറ്റ് രണ്ട് അക്കൗണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് റവന്യൂ ബഡ്ജറ്റ് എന്നാണ്, മറ്റൊന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റ് ആണ്. റവന്യൂ ബഡ്ജറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റ്. എന്താണ് വ്യത്യാസം? റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന് തുടർച്ചയായിട്ടുണ്ടാകുന്ന വരുമാനങ്ങളും ചെലവുകളും ഉൾപ്പെടുത്തുന്നതാണ് റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന് തുടർച്ചയായിട്ടുണ്ടാകുന്ന വരുമാനങ്ങളും ചെലവുകളും കാണിക്കുന്നതാണ് റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ടാമതൊരു ഭാഗമാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കാണിക്കുന്നതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അസറ്റ്സ്, ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ രണ്ട് അക്കൗണ്ടാണ് ബഡ്ജറ്റ്, ഗവൺമെന്റ് ബഡ്ജറ്റ് രണ്ടായി തരംതിരിക്കാം. ഒന്ന് റവന്യൂ ബഡ്ജറ്റ് എന്നാണ്, മറ്റൊന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്നാണ്. ഈ രണ്ട് ബഡ്ജറ്റ് അക്കൗണ്ടിങ്ങിലും വരുമാനങ്ങളും ചെലവുകളും ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വരുമാനങ്ങളും ചെലവുകളാണ്. വരുമാനങ്ങളും ചെലവുകളാണ് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ വരുമാനം, എന്തൊക്കെ ചെലവ്? അപ്പൊ നമ്മൾ റവന്യൂ ബഡ്ജറ്റ് ചർച്ച ചെയ്യാം. റവന്യൂ അക്കൗണ്ട്, റവന്യൂ ബഡ്ജറ്റ്, റവന്യൂ അക്കൗണ്ട്. ഗവൺമെന്റ് തുടർച്ചയായിട്ടുണ്ടാകുന്ന വരുമാനങ്ങളും ചെലവുകളാണ് റവന്യൂ അക്കൗണ്ടിൽ പെടുത്തിയിരിക്കുന്നത്. റവന്യൂ ബഡ്ജറ്റ് റവന്യൂ റെസിപ്റ്റും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. റവന്യൂ അക്കൗണ്ടിൽ തന്നെ റവന്യൂ റെസിപ്റ്റ് ഉണ്ട്, വരുമാനങ്ങളുണ്ട്, ചെലവുകളുണ്ട്. ഈ റവന്യൂ റെസിപ്റ്റ് എന്തൊക്കെയാണ്? റവന്യൂ റെസിപ്റ്റിൽ ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. റവന്യൂ റെസിപ്റ്റിൽ ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ടാക്സ് റവന്യൂ നമുക്കറിയാം, ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. നികുതികൾ നിങ്ങൾക്കറിയാം. ടാക്സസ് ആർ കമ്പൽസറി പേയ്മെന്റ്സ് ടു ഗവൺമെന്റ്. ഗവൺമെന്റ് വ്യക്തികൾ നൽകുന്ന, നിർബന്ധ രൂപേണ നൽകുന്ന അടവുകളാണ് ടാക്സുകൾ എന്ന് പറയുന്നത്. ടാക്സുകൾ എന്ന് നമുക്കറിയാം, ഡയറക്ട് ടാക്സ് ഉണ്ട്, ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്. അത് നമ്മൾ വിശദമായിട്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്. ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ആരിലാണോ നികുതി ചുമത്തുക അദ്ദേഹം തന്നെ നേരിട്ട് അടയ്ക്കുക, അതാണ് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, എസ്റ്റേറ്റ് ഡ്യൂട്ടി, ഇതൊക്കെ നമ്മൾ ഡയറക്ട് ടാക്സിൽ പെടുന്നതാണ്. ഇനി ഇൻഡയറക്ട് ടാക്സുകളുണ്ട്. ഗവൺമെന്റ് വരുമാനത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗമാണ് ഇൻഡയറക്ട് ടാക്സ്, പരോക്ഷ നികുതി. ഇൻഡയറക്ട് ടാക്സ്, ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് വേണ്ടി പറയാം. ഇൻഡയറക്ട് ടാക്സ്, ഇപ്പം ടാക്സ് ഒരാളിൽ ചുമത്തുന്നത് അതിന്റെ അന്തിമ ഭാരം കൺസ്യൂമേഴ്സ് ആയിരിക്കും വഹിക്കുന്നത്. അതാണ് സെയിൽസ് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്. അതിൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, സർവീസ് ടാക്സ് ഉണ്ട്. അതാണ് ഇപ്പൊ GST ഒക്കെ പുതിയ തുടങ്ങി, നമുക്കറിയാം. GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതൊക്കെ ഇൻഡയറക്ട് ടാക്സിൽ പെടുന്നതാണ്. സാധനങ്ങളുടെ ഉൽപ്പാദനത്തിന്മേലുള്ള നികുതിയാണ് എക്സൈസ് ടാക്സ് അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കയറ്റിറക്കുമതി നികുതിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടാക്സ് റവന്യൂകൾ എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ റവന്യൂ റെസീപ്റ്റിൽ പ്രധാനമായിട്ടുള്ള ടാക്സ് റവന്യൂ. ഈ ടാക്സ് അല്ലാതെ ഉള്ളതാണ് റവന്യൂ റെസീപ്റ്റ് ആണ് എന്ന് പറയുന്നത് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. നികുതി അല്ലാത്തത്, നികുതിയേതര വരുമാനം, നികുതി അല്ലാത്തത് എന്തൊക്കെ ആയിരിക്കും? ഫീസ്, ഫൈൻസ്, പെനാൽറ്റീസ്, ഗ്രാൻസ്, വിദേശ രാജ്യങ്ങൾക്ക് സഹായം കിട്ടും, ഇൻട്രസ്റ്റ്, ലോൺ കൊടുത്തതിന്റെ, ഇപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ ലോൺ കൊടുത്തിട്ടുണ്ടാവും, അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് നോൺ ടാക്സ് റവന്യൂ. അപ്പൊ നമ്മൾ റവന്യൂ റെസിപ്റ്റ്, ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. നോൺ ടാക്സ് റവന്യൂ എന്തൊക്കെയാണ്? ഫീസ്, ഫൈൻസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ്, ഗ്രാന്റ് ഇൻ എയ്ഡ് ഫ്രം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഫ്രം ഇന്റർനാഷണൽ ഗവൺമെന്റ് ഓർ അതർ കൺട്രീസ്. ഇതൊക്കെയാണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഇനി റവന്യൂ ബഡ്ജറ്റിൽ റെസീപ്റ്റ് സൈഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ സൈഡാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ
ഗവൺമെന്റ് തുടർച്ചയായിട്ടുണ്ടാകുന്ന ചെലവുകളാണ്. ഇത് പ്ലാൻ എക്സ്പെൻഡിച്ചറും നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറും തരത്തിലുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ പ്ലാൻ സാമ്പത്തിക ആസൂത്രണത്തിൽ പെടുത്തിയ എക്സ്പെൻഡിച്ചർ ഉണ്ട്, സാമ്പത്തിക ആസൂത്രണപ്പെടുത്താത്തത്. അതാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിൽ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ കൊടുക്കുന്ന സഹായങ്ങൾ. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്ന സഹായങ്ങൾ ചെലവാണ്, പ്ലാൻ എക്സ്പെൻഡിച്ചറാണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ പെടുന്നതാണ്. അതുപോലെ തന്നെ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ, പ്ലാൻ അല്ലാത്ത റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, പ്ലാനിൽ സാമ്പത്തിക ആസൂത്രണത്തിൽ പെടുത്താത്തത്, അതാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുക്കും, പലിശ അടയ്ക്കുന്നത് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ആണ്. ഡിഫൻസ്, രാജ്യത്തിന്റെ പ്രതിരോധത്തിനുള്ള ചെലവുകൾ, സബ്സിഡി, അത് സാലറി കൊടുക്കുന്നത്, പെൻഷൻ കൊടുക്കുന്നത്, ഇതെല്ലാം നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് പെടുന്നത്. അപ്പൊ റവന്യൂ ബജറ്റ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ ബജറ്റ്, റവന്യൂ റിസീറ്റ് ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇനി അടുത്ത സൈഡാണ് ക്യാപിറ്റൽ ബജറ്റ്. ക്യാപിറ്റൽ ബജറ്റിൽ ക്യാപിറ്റൽ റിസീറ്റ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പൊ ക്യാപിറ്റൽ ബജറ്റിൽ വരുമാനങ്ങൾ, എല്ലാ ബജറ്റിലും വരുമാനങ്ങളും ചെലവുകളാണ്. അല്ല, ക്യാപിറ്റൽ ബജറ്റിൽ ക്യാപിറ്റൽ റിസീറ്റ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. മൂലധന വരുമാനങ്ങൾ എന്തൊക്കെ പെടും? കടമെടുത്തുകൊണ്ടുള്ള വരുമാനമാണ് പ്രധാനമായിട്ടും ക്യാപിറ്റൽ റിസീറ്റ് എന്ന് പറയാം. ലയബിലിറ്റി ഉണ്ടാകും, കടമെടുത്താൽ ലയബിലിറ്റിയാണ്, അത് തിരിച്ചടയ്ക്കണം. അപ്പൊ അത് കടമെടുത്ത് ലോൺ എടുത്തുകൊണ്ടുള്ള വരുമാനങ്ങളാണ് ക്യാപിറ്റൽ റിസീറ്റ് എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലോൺ എടുക്കാം, RBI നിന്ന് ലോൺ എടുക്കാം, ജനങ്ങളിൽ നിന്ന് ലോൺ എടുക്കാം. ഇതെല്ലാം ഇങ്ങനെ ലോൺ എടുത്ത് കിട്ടുന്ന വരുമാനമാണ് ക്യാപിറ്റൽ റിസീറ്റിൽ പെടുന്നത്. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് കിട്ടുന്ന വരുമാനം, അതും ക്യാപിറ്റൽ റിസീറ്റാണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് കിട്ടുന്ന വരുമാനം, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, സെയിൽ ഓഫ് PSUs. ദെൻ സ്മോൾ സേവിങ്സ്, ചെറുകിട സമ്പാദ്യ പദ്ധതികളൊക്കെ ഗവൺമെന്റിന് എടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ലോൺ എടുത്തുകൊണ്ടുള്ള ആസ്തികൾ, എന്താ പറയാ, ലയബിലിറ്റി വരുത്തിക്കൊണ്ടുള്ള വരുമാനങ്ങളാണ് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്യാപിറ്റൽ റെസീറ്റ്, മൂലധന വരുമാനം. ലോൺ എടുത്തുകൊണ്ടുള്ള വരുമാനമാണ് പ്രധാനമായിട്ടുള്ളത്. ലോൺ എടുക്കുന്നത് നമുക്ക് രാജ്യത്തിനകത്തു നിന്ന് എടുക്കാം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് എടുക്കാം, വിദേശ ഏജൻസികളിൽ നിന്ന് എടുക്കാം. അതാണ് ക്യാപിറ്റൽ റെസീറ്റ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇപ്പൊ വരുമാനത്തിന്റെ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവിന്റെ മൂലധന ചെലവുകൾ, മൂലധന ചെലവുകൾ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്. സാമ്പത്തിക ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തിയ ചെലവുകളുണ്ട്, സാമ്പത്തിക ആസൂത്രണത്തിൽ ഉൾപ്പെടുത്താത്തതുണ്ട്. അതിൽ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവ് പ്ലാൻ സാമ്പത്തിക ആസൂത്രണത്തിൽ പെടുത്തുന്നത്, അത് അക്വിസിഷൻ ഓഫ് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറീസ്. അപ്പൊ പുതിയ, എന്താ പറയാ, ഭൂമി ഏറ്റെടുക്കുക, പുതിയ സംരംഭങ്ങൾക്കുള്ള ചെലവ്, ബിൽഡിംഗ് എടുക്കാനുള്ള ചെലവ്, മെഷീനറിക്കുള്ള ചെലവുകൾ, ഇതൊക്കെ വിടും. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ്, ദെൻ ലോൺസ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇതെല്ലാം പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് പെടുന്നത്, പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇനി നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്, അത് ജനറൽ സർവീസസ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് സർവീസസ് എല്ലാം പെടുന്നതാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. ഇതിപ്പം ഈ രൂപത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ വരുന്നുണ്ടാവില്ല. ഇത് നമുക്കൊരു ചിത്രത്തിന്റെ സഹായത്തോടെ ഇനി വിശദീകരിക്കാം. ഓക്കെ, താങ്ക് യു. ഗവൺമെൻറ് ബജറ്റിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് കാണാം, സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതിൽ ഗവൺമെൻറ് ബജറ്റ് രണ്ട് ഘടകങ്ങളായിട്ട് റവന്യൂ ബജറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ബജറ്റ് ഉണ്ട്. റവന്യൂ ബജറ്റ്, ക്യാപിറ്റൽ ബജറ്റ്. ഇനി റവന്യൂ ബജറ്റിൽ തന്നെ റവന്യൂ റെസീപ്റ്റ് ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ വരുമാനമുണ്ട്, റവന്യൂ ചെലവുണ്ട്. ഇനി റവന്യൂ വരുമാനങ്ങൾ എന്തൊക്കെയാണ്? ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ഈ റവന്യൂ ചെലവുകൾ എന്തൊക്കെയാണ്? പ്ലാൻ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. ഇനി ക്യാപിറ്റൽ ബജറ്റ് എന്തൊക്കെയാണ്? ക്യാപിറ്റൽ റെസീപ്റ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണ്? പ്ലാൻ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. വിശദമായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇത് ബുക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഗവൺമെൻറ് ബജറ്റ്, അതിൽ റവന്യൂ ബജറ്റ്, റവന്യൂ റെസീപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, അതിൽ ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ എന്തൊക്കെ പെടുന്നു നോക്കും. ടാക്സ് റവന്യൂ, ഡയറക്റ്റ് ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ദെൻ വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, എസ്റ്റേറ്റ് ഡ്യൂട്ടി, ഇതൊക്കെ അതിൽപ്പെടും. ഇനി ഇൻഡയറക്റ്റ് ടാക്സിൽ എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, GST അതൊക്കെ പെടും. നോൺ ടാക്സ് റവന്യൂയിൽ എന്തൊക്കെ പെടും നോക്കും. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ഫീസ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്.
ഇനി റവന്യൂ എക്സ്പെൻഡിച്ചറിൽ എന്തൊക്കെ പെടുന്നു? പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, നോൺ പ്ലാൻ ഉണ്ട്. പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ അസിസ്റ്റൻസ് ഫോർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് പ്ലാൻസ്. ദെൻ നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, സബ്സിഡീസ്, സാലറീസ്, പെൻഷൻ. ഈ ക്യാപിറ്റൽ ബജറ്റിൽ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്തൊക്കെ പെടും? ക്യാപിറ്റൽ റെസീപ്റ്റ് നോക്കാം. എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ് ലയബിലിറ്റി ഓർ റെഡ്യൂസ് അസറ്റ്സ്. ആ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ബോറോയിങ്, കടമെടുക്കലാണ്. ലോൺ ഫ്രം RBI നിന്ന് കടമെടുക്കാം. ലോൺ ഫ്രം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, IMF എന്നൊക്കെ ലോൺ എടുക്കാം. റിക്കവറീസ് ഓഫ് ലോൺ കൊടുത്ത് തിരിച്ചെടുക്കുക. സെയിൽ ഓഫ് PSUs, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുക. സ്മോൾ സേവിങ്സ്, ചെറുകിട സമ്പാദ്യത്തിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കാം. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കാം. ക്രിയേറ്റ് അസറ്റ്സ്, മൂലധന ചെലവഴിക്കുകയാണ്, അസറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദെൻ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, നോൺ പ്ലാൻ ഉണ്ട്. പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തൊക്കെ നോക്കൂ. അക്വിസിഷൻ ഓഫ് ലാൻഡ്, ബിൽഡിങ്സ്, മെഷീനറീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ്, ലോൺ ടു സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറീസ്, ഇതൊക്കെ പെടും. നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തൊക്കെ നോക്കൂ. ജനറൽ സർവീസസ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് സർവീസസ്, ഇതിനൊക്കെയുള്ള ചിലവുകൾ. ഇതാണ്. നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻഷോട്ടായിട്ട് എടുക്കാം, മൊത്തത്തിലൊന്ന് എടുക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു.